കരിയർ വെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. CMD റിക്രൂട്ട്മെൻ്റ് ആണ്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിൽ വന്ന പുതിയ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. 1 ഇയർ കോൺട്രാക്ട് ബേസിസ് ജോബാണ്. ഫെബ്രുവരി 9 10 മണിക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി 20 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. 4 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ. ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ നോക്കുക. അപ്പർ ഏജ് ലിമിറ്റ് 60 years ആണ്. കൺസോളിഡേറ്റഡ് പേ 55,000. കോൺട്രാക്ട് ബേസിസ് ജോബാണ്. എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷനൊക്കെ വിശദമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നു. 2 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. MTech, BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ദെൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയർ വാക്കൻസി 13 ആണ്. MTech സെയിം ക്വാളിഫിക്കേഷൻ MTech, BTech പിന്നെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. 1 year എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് 60 years ആണ്. കൺസോളിഡേറ്റഡ് പേ 55,000. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് 3 വാക്കൻസി ഉണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ സയൻസ്, പ്രിഫറബിളി സോഷ്യൽ വർക്ക് ഓർ സോഷ്യോളജി MSW ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 5 years എക്സ്പീരിയൻസ് ഇൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ജെൻഡർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കുന്നു. 60 years ആണ്. ഏജ് ലിമിറ്റ് 55,000 ആണ്. കൺസോളിഡേറ്റഡ് പേ. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ വാക്കൻസി 2 ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ ഓർ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഓർ എൻവയോൺമെൻറ്റൽ പ്ലാനിംഗ്, നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓർ റിലേറ്റഡ്. എക്സ്പീരിയൻസ് മിനിമം 7 years എക്സ്പീരിയൻസ് ചോദിക്കുന്നു. 60 years ആണ്. ഏജ് ലിമിറ്റ് 55,000 ആണ്. കൺസോളിഡേറ്റഡ് പേ. ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട ഫോമാറ്റും അതിൻ്റെ സൈസും ഇതിൽ പറഞ്ഞിരിക്കുന്നു. 200 KB ആണ്. ലെസ് ദാൻ 200 KB ആയിരിക്കണം ഫോട്ടോഗ്രാഫ്. സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കരുത്. 50 KB ബിലോ ആയിരിക്കണം സിഗ്നേച്ചർ. ദെൻ ജനറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അതിന് താഴെ CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുവഴി കയറി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാണാം. അതിന് താഴെ അപ്ലൈ ഓൺലൈൻ എന്ന് കാണാം. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത നോട്ടിഫിക്കേഷനായിട്ട് കാണാം. കരിയർ വെബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളെടുത്ത് സമയത്തെത്തുന്നതാണ്. താങ്ക് യു.